യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക്, സൗഖ്യപ്രാർത്ഥനയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശു ഇന്ന് നമുക്കായിട്ട് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ പോവുകയാണ്. നമ്മുടെ മേൽ കർത്താവ് വലിയ കരുണ ചൊരിയുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിക്കാം. നമ്മുടെ ജീവിത ഭാരങ്ങളും വേദനകളും കണ്ണുനീരുമൊക്കെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്ത് നമുക്ക് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ കരുണയായിരിക്കണമേ. പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ അല്ലെ ഈ നാളുകളുടെ പ്രത്യേകതയായിരിക്കാം, എല്ലാവർക്കും ആഘോഷങ്ങളിൽ വലിയ താല്പര്യമാണ്. വിശേഷ ദിവസങ്ങളെല്ലാം എല്ലാവരും ആഘോഷിക്കുകയാണ്. യഥാർത്ഥമായ ഒരു സന്തോഷത്തിൻ്റെയോ ആനന്ദത്തിൻ്റെയോ ഒരു അനുഭവമല്ല, ആഘോഷമാക്കി മാറ്റുകയാണ്. വിവാഹം ആഘോഷമാക്കി മാറ്റുന്നു, മാമോദീസ ആഘോഷമാക്കി മാറ്റുന്നു, വീടിൻ്റെ വെഞ്ചരിപ്പ് ആഘോഷമാക്കി മാറ്റുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം ആഘോഷമായിട്ട് മാറ്റുകയാണ്. ഈ അടുത്ത നാളിൽ ശ്രദ്ധിക്കപ്പെടേണ്ടി വന്ന ചില കാര്യങ്ങൾ പൊതുവായിട്ട് ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അമ്മ മരിച്ചു കിടക്കുമ്പോൾ മദ്യത്തിൻ്റെ ലഹരിയിലായിരിക്കുന്ന മക്കൾ, അമ്മയുടെ മൃതശരീരം മൊബൈൽ മോർച്ചറിയിലെ വീട്ടിൽ വെച്ചിരിക്കുക. ആരൊക്കെയോ കരയുവാനുണ്ട്. ആൺമക്കളെല്ലാവരും മദ്യത്തിൻ്റെ ലഹരിയിൽ, അയൽവാസികൾ മദ്യത്തിൻ്റെ ലഹരിയിൽ.
മരിച്ച വീട്ടിലെ അകത്തെ ഉൾമുറിയിൽ നിന്ന് ചീട്ട് കളിക്കുന്നവരെ ഒരു വശത്ത്, പ്രാർത്ഥിക്കുവാനായിട്ട് ആരുമില്ല. മരിച്ച അമ്മയെ ഓർത്ത് കരയുവാനായിട്ട് മക്കൾക്ക് സമയമില്ല. മരണം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു സങ്കടകരമായ അനുഭവം ഇങ്ങനെ പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇപ്പോൾ മരിച്ച വീടുകളിൽ ദുഃഖത്തെക്കാൾ ഉപരി സന്തോഷം. ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ മരിച്ച് നിത്യജീവന് സ്വർഗത്തിൽ എത്തിച്ചേർന്ന സന്തോഷം മക്കൾ ആഘോഷിക്കുന്നതായിരിക്കാം. അതിനും സാധ്യതയുണ്ടല്ലോ. എന്നുമാവട്ടെ, ഇങ്ങനെയുള്ള കാഴ്ചകൾ, അനീതി നിറഞ്ഞ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം പറയുന്നു, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ തന്നെ ജ്ഞാനിയെന്ന് സൂക്ഷ്മബുദ്ധിയെന്ന് കരുതുന്നവന് ദുരിതം. തിന്മയെ നന്മയെന്ന് കരുതുന്നവന് ദുരിതം. നന്മയെ തിന്മയെന്ന് കരുതുന്നവനും ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്ന് കരുതുന്നവന് ദുരിതം. അന്ധകാരത്തെ പ്രകാശമായിട്ട് കാണുന്നവന് ദുരിതം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പ്രകാശമായിട്ട് ന്യായീകരിക്കുന്നവന് ദുരിതമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിന്മയെ നന്മയാക്കി മാറ്റുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. തിന്മ ചെയ്താൽ അത് തിന്മയല്ല എന്ന് വരുത്തി തീർക്കുവാൻ ബുദ്ധിയും ജ്ഞാനവും കഴിവും ഉപയോഗിച്ച് വ്യാഖ്യാനം നടത്തുന്നവർ. നമുക്കറിയാമല്ലോ, ഓരോ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോഴൊക്കെ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് അസത്യമാക്കി തീർക്കുന്ന നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചേക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 1, 2, 3 വചനങ്ങൾ, പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നവനും വിധവകളെ കൊള്ള അടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്ക് മർദ്ദനമുറകൾ എഴുതി ഉണ്ടാക്കിയവർക്ക് ദുരിതം. പാവപ്പെട്ടവനെ, ദരിദ്രനെ പീഡിപ്പിക്കുന്നവന് ദുരിതമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വേലക്കാരന് കൂലി കൊടുക്കാത്തവർക്ക് ദുരിതം. വേലക്കാർക്ക് കൂലി കൊടുക്കാത്ത മനുഷ്യർ ഇന്നുമുണ്ട്. വേണ്ടവണ്ണം വേലക്കാരെ പരിഗണിക്കാത്തവരുമുണ്ട്. അതൊരിക്കലും ചെയ്യുവാൻ പാടില്ല. പാവപ്പെട്ടവന് നീതി നിഷേധിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജനത്തിലെ എളിയവരുടെ അവകാശത്തെ നിങ്ങൾ നിഷേധിക്കരുത്. എളിയവരുടെ അവകാശത്തെ എടുത്തു കളയരുത്. എളിയവരോട് നമ്മൾ ദയ കാണിക്കണം. എളിയവരായിട്ടുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുണ്ടാവണം. ദൈവം ഇത് ആഗ്രഹിക്കുന്നു. വിധവകളെ കൊള്ളയടിക്കുക, അനാഥരെ ചൂഷണം ചെയ്യുക. ദൈവസന്നിധിയിൽ ഏറ്റവും ഗൗരവമേറിയ 2 പാപമാണിത്. വിധവകളെ ചൂഷണം ചെയ്യുക, അനാഥരെ ദ്രോഹിക്കുക. വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുക, അവരെ ദ്രോഹിക്കുക. ഇത് ചെയ്ത വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ അതിൻ്റെ തകർച്ചയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇതും ഒരു സത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദരിദ്രരെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്, അനാഥരെ പീഡിപ്പിക്കരുത്, വിധവകളെ ദ്രോഹിക്കരുത്, പാവപ്പെട്ടവന് നീതി നിഷേധിക്കരുത്. ഇത് ചെയ്യുന്ന വ്യക്തികൾ, അതാരുമാവട്ടെ, അവർ ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ, വചനത്തെ ലംഘിക്കുമ്പോൾ, അതിലൂടെ തന്നെ ആ വ്യക്തി ദൈവത്തെയാണ് നിഷേധിക്കുന്നത്. അതിന് തകർച്ചകൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇന്ന് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുമുണ്ട്. ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച മാതാപിതാക്കന്മാർ അവർ രോഗികളായി തീരുമ്പോൾ, വൃദ്ധരായി തീരുമ്പോൾ അവഗണിക്കുന്ന ധാരാളം മക്കളെ നമ്മൾ കാണുന്നുണ്ട്.
മാതാപിതാക്കന്മാർ മരിച്ചു കിടക്കുമ്പോൾ അത് ആഘോഷമാക്കി തീർക്കുന്ന മക്കൾ. അപ്പനും അമ്മയൊക്കെ മരിച്ചു കിടക്കുമ്പോൾ അത് സങ്കടം തീർക്കാൻ വേണ്ടി ആയിരിക്കാം ചില മക്കളൊക്കെ കുടിച്ചു സുബോധമില്ലാതെ നിൽക്കുന്ന കാഴ്ച. അപ്പൻ്റെ മൃതശരീരത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്ന മകന് സുബോധമില്ല, മദ്യം കുടിച്ചു സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ. അളിയന്മാർക്കൊക്കെ കാറേ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ഇതൊക്കെ ഓരോ ശവസംസ്കാര ചടങ്ങുകളിലും നമ്മൾ കാണുന്ന സങ്കടകരമായ കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നൊമ്പരമുണ്ടാവണം, നമ്മുടെ ഹൃദയം വേദനിക്കണം. എവിടെയൊക്കെയോ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി, മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. മരണം ഒരു ആഘോഷമാക്കി മാറ്റുക, മദ്യത്തിൻ്റെയും മറ്റ് പലതിൻ്റെയും ഒക്കെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു പ്രവണത, ഇത് തെറ്റാണ്. ഇത് അവസാനിപ്പിക്കേണ്ട സമയം ഏറെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇത് സംഭവിക്കുന്നത് ഗൗരവമേറിയ തെറ്റു തന്നെയാണ്. ഇതിനെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രൈസ്തവ കുടുംബങ്ങളിൽ സംഭവിക്കാനായിട്ട് പാടില്ല. ദൈവവചനം പറയുന്നു, യേശയ്യാ 10:3, ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും? ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിനു വേണ്ടി ചെല്ലും? അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അധാർമിക വഴികളിൽ ജീവിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവത്തില്ല. നിങ്ങളുടെ അധർമ്മത്തിൻ്റെ ശിക്ഷ, അനീതിയുടെ ഫലങ്ങൾ നിങ്ങൾ തന്നെ കൊയ്തെടുക്കേണ്ട സമയം വരികയാണ്. വിധിയുടെ ദിവസത്തിൽ ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുമെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മോട് ചോദിക്കുന്നത്. ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല. നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും? ഒന്നും അവശേഷിക്കില്ല. നിങ്ങളുടെ ധനം നിങ്ങളെ രക്ഷിക്കത്തില്ല, നിങ്ങളുടെ സ്വാധീനം നിങ്ങളെ രക്ഷിക്കത്തില്ല. ഇതിനൊന്നും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ആവില്ല. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ വചനമറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അധർമ്മത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ച് കടന്നു പോകുന്നവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ചെയ്യുന്നത് അനീതിയാണ്, ദൈവത്തിനെതിരായിട്ടുള്ള ഗൗരവമേറിയ പാപമാണിത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പാപം ചെയ്യുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ദരിദ്രരെ പീഡിപ്പിക്കുവാൻ ആർക്കും ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ദരിദ്രരോട് കരുണ കാണിക്കണമെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, വേദനിക്കുന്നവരോട്, വിധവകളോട്, ചൂഷണം ചെയ്യപ്പെടുന്നവരോട് കരുണ കാണിക്കണം, അവരെ സഹായിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമുക്ക് കരുണയുടെ ഒരു മുഖമുണ്ടാവണം. ഈ കരുണയുടെ മുഖം പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കന്മാരോട് മക്കൾ കരുണയോടെ ഇടപെടേണ്ടിയിരിക്കുന്നു. മരിച്ചു കിടക്കുന്ന മാതാപിതാക്കന്മാരുടെ ആ മൃതശരീരത്തോടെങ്കിലും അല്പം ആദരവ് കാണിക്കാൻ മക്കൾക്ക് ഒരു ദയവുണ്ടാകേണ്ടിയിരിക്കുന്നു. മദ്യപാനത്തിനും തിന്മയ്ക്കുമൊക്കെ അടിമകളായ മക്കളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. മൃതസംസ്കാരത്തിൻ്റെ ചടങ്ങുകൾ അരോചകമാക്കി തീർക്കുന്ന ചില വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. മദ്യത്തിൻ്റെ ലഹരിയിൽ അനാവശ്യമായ വാക്കുകളും ശബ്ദങ്ങളുമൊക്കെ പുറപ്പെടുവിക്കുന്നവർ, ധാർമ്മിക നിലവാരം വിട്ട് സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരു നീതിയുടെ വഴിയിലേക്ക് ഓരോ വിശ്വാസിയും കടന്നു വരണം. ഈ ഭൂമിയിൽ ആർക്കും ആരെ ദ്രോഹിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. റോമാ 2:12 പറയുന്നുണ്ട്, ദൈവത്തിന് മുഖനോട്ടമില്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്.
ഈ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ ചിന്താ ശൈലികൾക്ക് മാറ്റമുണ്ടാവണം. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാൻ, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ജാതി ചിന്തയുടെയോ വിചാരം പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. അതിന് ഏറ്റവും വലിയ മാതൃകയാണ് വിശുദ്ധ മദർ തെരേസ. അമ്മയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഈ ഭാരതം മുഴുവൻ ആനന്ദിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു. എല്ലാ മത വിഭാഗങ്ങളിൽപ്പെട്ടവരും അമ്മയെ ബഹുമാനിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അമ്മ ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല, നിറം നോക്കിയില്ല, വർഗം നോക്കിയില്ല. എല്ലാവരുടെയും അമ്മയായി തീർന്നു. എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരുടെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട ചൂഷണം ചെയ്യപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ദരിദ്രരെ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി അവരെ സ്നേഹിച്ചു. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി പങ്കുവെച്ചു. അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ മദർ തെരേസായെ വിശുദ്ധ എന്ന് വിളിച്ച് ബഹുമാനിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ അമ്മയുടെ ഹൃദയത്തിൻ്റെ ആ വലിയ ഹൃദയ വിശാലത നമ്മൾ കാണണം. ഇതുതന്നെയാണ് യേശുവിൻ്റെ ഹൃദയവും. ജാതിയോ മതമോ നിറമോ വർണ്ണമോ ഒരു വ്യത്യാസമില്ല. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ കാഴ്ചപ്പാടും ഇത് തന്നെയാണ്. യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃകയും ഇത് തന്നെയാണ്. എല്ലാവരെയും സ്നേഹിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മളോട് ശത്രുത ഉള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാൻ യേശു ആവശ്യപ്പെടുക. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു ആവശ്യപ്പെടുക. നിന്ദിക്കുന്നവർക്ക് വേണ്ടി, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് യേശു നമ്മോട് എപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു ഹൃദയമുണ്ടാവട്ടെ. എല്ലാവരെയും സ്നേഹിക്കാൻ ഉള്ള വിശാലമായ ഒരു ഹൃദയ തുറവി നമുക്കുണ്ടാവണം. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്കുണ്ടാവണം. മദർ തെരേസായെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒത്തിരിയേറെ ഹൃദയത്തിൽ സന്തോഷിച്ചു. ആ അമ്മ നൽകിയ ആ അനുകരണീയമായ ആ ശൈലി നമുക്കും ഏറ്റെടുക്കാം. ദരിദ്രര്, ചൂഷണം ചെയ്യപ്പെടുന്നവർ, വേദനിക്കുന്നവർ, ഏതു മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ സ്നേഹിക്കണം. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെയാണ്. വലിയ ഒരു ഹൃദയ പരിവർത്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. വലിയൊരു മാറ്റത്തിൻ്റെ സമയമായിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ഹൃദയം നമുക്ക് ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകണമേ, ഒരു പുതിയ മനസ്സ് നൽകണമേ. എല്ലാവരെയും സ്നേഹിക്കുവാൻ, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ എല്ലാവരെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്നേഹിക്കുവാൻ ഒരു മനസ്സ് നൽകണമേ. മദർ തെരേസായ്ക്ക് വിശുദ്ധ എന്ന നാമകരണം ചെയ്യപ്പെട്ടതിലൂടെ ലോകം മുഴുവൻ അമ്മയെ ബഹുമാനിക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൻ്റെ വിശാലത ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും ശുശ്രൂഷിച്ച അമ്മയുടെ ആ ശുശ്രൂഷയുടെ മനോഭാവം, ആ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുക്കൽ രാവിലെ വന്ന് പറഞ്ഞ ഒരു അനുഭവം, അത് ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമല്ല എന്നോട് പറഞ്ഞത്, അതിലും വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ സൗഖ്യം പ്രധാനപ്പെട്ടതാണ്. അതായത് സാമ്പത്തിക മേഖലയിൽ, ജോലി മേഖലയിൽ ദൈവം നൽകിയ വലിയ ഒരു ഉയർച്ച എന്ന് പറഞ്ഞാൽ കർത്താവ് വലിയ അനുഗ്രഹിച്ച സംഭവമാണ് എന്നോട് രാവിലെ ഷെയർ ചെയ്തത്. എൻ്റെ പേര് ആൻസി. ഞാൻ 2012 ഇവിടെ വന്ന് ധ്യാനം കൂടിയായിരുന്നു. അന്നേരം ആദ്യം ഒരു ധ്യാനം കൂടി, അത് കഴിഞ്ഞ്
ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ വന്ന ഒരു ധ്യാനം കൂടെ കൂടിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ചെറിയൊരു ജോലി എനിക്കുള്ളായിരുന്നു. അന്ന് സ്റ്റാർട്ടിങ് സാലറി 4000 രൂപയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഈ 4000 തന്നെ കിട്ടിയത് വളരെ കഷ്ടപ്പെട്ട് എന്ന് പറയാം, പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. അന്നൊക്കെ അമ്മ ഒരു ശീലം പറഞ്ഞു തന്നു, പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്നുള്ളത്. എവിടെ പോയാലും അമ്മ എൻ്റെ പൈസ എന്നിട്ട് പറയും, ഉള്ളതിൻ്റെ വീതം ഇട്ടിട്ട് പറയും, ഇത് മോനം കൊടുത്തേക്കാൻ പറയും. അങ്ങനെ കൊടുപ്പിച്ച് ശീലിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 4000 രൂപയുടെ ജോലി കിട്ടുന്ന വരെ ഞങ്ങൾ 100 രൂപ കയ്യിൽ ആരെങ്കിലും തന്നാലും എവിടെ കിട്ടിയാലും ഞാൻ ആ പൈസയിലൊരു വീതം ആർക്കെങ്കിലും കാണുന്നവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ സാവു ബ്രദർ കണക്ക് കൂട്ടി കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥവും ഒക്കെ പിടികിട്ടിയത് അപ്പോഴാണ്, എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അന്നേരം ധ്യാനം കൂടി കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് ദൈവം എത്ര രൂപ തന്നാലും അതിൽ നിന്നൊരു നല്ല ശതമാനം എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ളത്. എനിക്കന്ന് ഞാനിവിടെ വന്നപ്പോൾ കടം വാങ്ങി തന്നെയാണ് വന്നത്. ഞങ്ങളുടെ 2 ഹസ്ബൻഡിൻ്റെ എൻ്റെയും കൂടെ സാലറി കൂട്ടിയാൽ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ നന്നായിട്ടുണ്ട്, അല്ലാതെ മിച്ചം പിടിക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ധ്യാനം കൂടാൻ 2 പേര് വരണമെങ്കിൽ പൈസ വേണം. ഫാമിലിയായിട്ട് 3 പെൺപിള്ളേരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് വന്നത് സ്കൂൾ അടച്ച സമയത്ത്. അന്നേരം കടം മേടിച്ച് തന്നെ വന്നു. അന്ന് ബ്രദർ പറഞ്ഞു പാവപ്പെട്ടവർക്ക് ധ്യാനം കൂടാൻ പൈസ കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പം മിച്ചം വന്ന പൈസ അതും ഇവിടെ കൊടുത്തേച്ച് പോയി. ഒന്നും എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയില്ല കാര്യമായിട്ട്. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സാലറി ഓരോ മാസം ചെല്ലുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 4000 എന്നുള്ള 8000 ആയി. 8000 അതിൻ്റെ ബോണസും കൂടെ കൂട്ടി 10000 അടുത്തായി. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കൊണ്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും കിട്ടുന്നതിൻ്റെ ഒരു വീതം നന്നായിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. ആര് നമ്മുടെ അടുത്ത് വന്നാലും കൃത്യം കട്ടപ്പനയ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലി ബാഗിലിട്ടേച്ച് കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിള്ളേർ ചോദിക്കും ഇനിയൊന്നുമില്ല, അപ്പം ഞാൻ പറയും 10 രൂപ ഇട്ടേരെ മോനെ വണ്ടിക്കൂലിക്ക്, ബാക്കി അടുത്തുള്ളത് കൊടുത്തേക്കാൻ പറയും. അതിനുള്ളതേ ഉള്ളൂ, മിച്ചം പിടിക്കാൻ ഏതായാലും ഇല്ല. അപ്പം ഞാൻ ഒരു കാര്യം പറയുമായിരുന്നു, പപ്പ നമുക്ക് കൊടുത്തിട്ടുണ്ടേ ദൈവം തരും, ഏതായാലും ഒന്നും മിച്ചമില്ല. അപ്പോൾ 10, 100, 200, 500 മിച്ചം പിടിച്ച് വെച്ചിട്ട് എന്നെ കാണിക്കാൻ. അപ്പോൾ ഈശോയ്ക്ക് തന്നെ കൊടുത്തേക്കാന്ന് പറയുന്നത്. ഈശോ അത് കണക്ക് വെച്ചോളും, നമ്മളൊന്നും കരുതിക്കൂട്ടി വെക്കേണ്ട മക്കൾക്ക് വേണ്ടി എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പൈസ ഇല്ലാത്ത ഒരവസ്ഥയിൽ പിന്നെ ഞാൻ എൻ്റെ ജോലിയിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴെനിക്ക് വെളിയിൽ പോകാനായിട്ടൊരു ഓഫർ വന്നു. അപ്പോഴും പൈസ വേണം, എൻ്റെ പൈസയൊന്നുമില്ല. അന്ന് കിട്ടിയ പൈസ പോലും, അന്ന് വായ്പ മേടിച്ച പൈസയുടെ ഒരു വീതം പോലും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റി. എങ്കിലും അന്ന് പോകാനുള്ള പൈസ മുഴുവനും കൃത്യമായിട്ട് ദൈവം എന്നോട് ഓരോരുത്തർ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പൈസ തന്നോളാം, പോകാൻ നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ പേപ്പേഴ്സൊന്നും ഓക്കെ അല്ലായിരുന്നു. അത് എനിക്കറിയില്ല, ദൈവം ആ കറക്റ്റ് സമയത്ത് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് വേറൊരു ഫോൺ കോൾ വന്നു. അവർ ആ ഫോണിലേക്ക് പോയ സമയത്ത് എൻ്റെ പേപ്പേഴ്സ് ഒന്നും മറിച്ച് നോക്കിയില്ല. എനിക്ക് റേഷൻ കാർഡിൻ്റെ രേഖ പോലും ഇല്ല കറക്റ്റായിട്ട്. അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ചൊരു കൊന്ത മാത്രം ചുരുട്ടി കൈ പിടിച്ചുകൊണ്ടാണ് കയറിയത്. എന്നെ ആ ഇൻ്റർവ്യൂവിലും പാസ്സാക്കി. എൻ്റെ സ്റ്റാർട്ടിങ് സാലറി തന്നെ 1,00,000 രൂപയുണ്ടായിരുന്നു. കൃത്യം അതിൽ നിന്ന് ഒരു വീതം ഈശോയ്ക്ക് ഞങ്ങൾ കൊടുത്തു പോകുന്നു കൃത്യമായിട്ട്. എല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ എത്ര രൂപയുണ്ടെങ്കിലും ഞാൻ അവിടെ ചെന്ന് സാലറിക്ക് 1,00,000 രൂപയ്ക്ക് സാലറിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് വേറൊരു ജോലിക്ക് ഓഫർ വന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 1,15,000 രൂപയുടെ സാലറി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും കറക്റ്റായിട്ട് ബ്രദർ പറഞ്ഞ ഒരു കണക്കിനുള്ള സാലറി ഒരു വീതം ഞങ്ങൾ കൃത്യമായിട്ട് മാറ്റി വെച്ച് ആരെ കണ്ടാലും കൊടുക്കാനുള്ള ഒരു ധൈര്യം. എനിക്കൊന്നും കരുതണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പോയ കടമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ബാക്കി എത്ര വന്നാലും ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ള മനസ്സിലൊരു സന്തോഷമായിരുന്നു. കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ ഉള്ള സന്തോഷമായിരുന്നു ഏറ്റവും സന്തോഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ തന്നെ നിന്ന് ജോലിയുടെ ശമ്പളമൊക്കെ കൊടുത്ത് കടമെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോ സ്വന്തമായിട്ടൊരു വീടില്ല, 11 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണം. അപ്പോൾ കടം വീടി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സാലറി ഞാൻ സാവു ബ്രദറായിരുന്നു അന്നും ഷാലോമിൻ്റെ നൈറ്റ് വിജിൽ ലീഡ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ആ പൈസ ഷാലോമിൻ്റെ മുന്നിൽ വെച്ചിട്ട്, ഷെക്കലായിരുന്നു, ഷാലോമിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ആ പൈസ വെച്ച് പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. എനിക്കെന്തോ അങ്ങനെ തോന്നി, എനിക്ക് അന്ന് എൻ്റെ സാലറി എടുത്ത് ഷാലോം TV യുടെ മുന്നിൽ വെക്കണമെന്ന്.
അത് കഴിഞ്ഞിട്ട് ആ ഒരു സാലറി എനിക്ക് പെട്ടെന്ന് ആ ഒരു മാസത്തെ ഫുൾ സാലറി എനിക്ക് ഒരു സഹായം ചെയ്യേണ്ടതായിട്ട് വന്നു. അന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാൻ ഭവനം വാങ്ങാനായിട്ട് തുടങ്ങുന്ന എൻ്റെ ആദ്യത്തെ അടിത്തറയാണ് ഞാൻ ഇട്ട് വെക്കുന്നത്, ബാക്കിയെല്ലാം എനിക്ക് എൻ്റെ ഈശോ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറയാം, വളരെ നല്ലൊരു വീട്, ഞങ്ങൾ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല അത്രയും നല്ലൊരു വീട്. ഈശോയോട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു വീട് ഈശോ ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. എല്ലാ കാര്യത്തിലും കുടുംബത്തിൽ ഒരുപാട് സാമ്പത്തിക മേഖലയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ 100% ഇടപെടലുണ്ട്. കൊടുത്തതുകൊണ്ട് ഒരു നഷ്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊടുക്കും തോറും ദൈവം ഇരട്ടിയായിട്ട് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1,15,000 ഉള്ള എനിക്ക് ഞാൻ ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും 1,35,000 ദൈവം ഉയർത്തി തന്നു. യേശുവേ നന്ദി. നമ്മുടെ ധ്യാനത്തിൽ അൻസയെ പങ്കെടുത്തു. ആ ധ്യാനം വലിയൊരു അനുഭവമായിരുന്നു. ആൻസിയുടെ ജീവിതം നിങ്ങൾ കേട്ടു. ഉള്ളതിൽ ഈ നാട്ടിലായിരിക്കുമ്പോഴും ചെറിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെ ദാനം കൊടുക്കുക, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കും. ഒരു മടിയും കൂടാതെ കൊടുക്കും. നല്ലൊരു ഭർത്താവ്, ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും കൊടുക്കാത്തത് കൊണ്ടാണ് സാമ്പത്തിക മേഖലയെ നമുക്ക് ഉയർച്ചയുണ്ടാവാത്തത്. ഉറപ്പാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കർത്താവിന് കൊടുക്കാതെ നിങ്ങളുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കൈ തുറന്ന് നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും ദരിദ്രർക്കും കൊടുത്തു. നിങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ, നിങ്ങളുടെ വരുമാന മാർഗത്തിൻ്റെ മേൽ കർത്താവ് കരനീട്ടി അനുഗ്രഹിക്കും. കൊടുക്കാത്ത വ്യക്തികളും കുടുംബവും ഒക്കെ ശരിയാവത്തില്ല. ആ സമ്പത്തൊക്കെ വെറുതെ മക്കളിലൂടെ തലമുറകളുടെ മുഴുവൻ കൈവിട്ടു പോകുന്നൊരു കാലം ഉണ്ടാവും. ഒരു സംശയമില്ല കാര്യത്തിൽ. കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ സഹോദരിക്ക് ആദ്യം 4,000, പിന്നെ 8,000 ശമ്പളം, പിന്നെ 10,000. പിന്നെ ഇതാ ദൈവം വിദേശത്ത് പോകാൻ വഴി തുറന്നു കൊടുത്തു. ആദ്യം 1,00,000, പിന്നെ 1,15,000, ഇപ്പോൾ 1,35,000 രൂപ ശമ്പളം മേടിക്കുന്ന വ്യക്തിയാണ് ഒരു മാസം. കണ്ടോ ദൈവം വഴി തുറന്നു കൊടുക്കുന്നത്. ഇവിടെ പ്രാർത്ഥന അല്ലേ, മറ്റൊന്നുമില്ല, കഴിവോ ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ദൈവം വഴികളെ തുറന്നു കൊടുക്കുക. ഇതാണ് കർത്താവിൻ്റെ കരുണയെന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞാനൊരു വഴി വരാം. സാമ്പത്തിക മേഖല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കണം. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി. അത് എനിക്ക് പറയാനുള്ളത് 10% എന്നല്ല, എത്ര ഒരാളെ സഹായിക്കാൻ പറ്റുമോ അത്രമാത്രം സഹായിക്കുക എന്നുള്ളതാണ്. അതിന് വലിയ പ്രതിഫലം കർത്താവ് തരും. പലരും സാമ്പത്തിക മേഖല വഴിമുട്ടി നിൽക്കുക. നിങ്ങൾ ഒന്ന് കൊടുത്തു തുടങ്ങാം. ദൈവം വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമ്പത്ത് കടന്നു വരുന്ന ആ വഴികളെ കർത്താവ് തുറക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ യേശുവേഗരക്ഷകൻ, യേശുവേഗരക്ഷകൻ കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ യേശു. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ